ഞങ്ങൾ അയൽവക്കക്കാർ എന്ത് കിട്ടിയാലും പങ്കിട്ടെടുക്കും. അതേപോലെ അത് എന്ത് തന്നെയായാലും അതേപോലെ ഇന്ന് സ്നേഹത്തോടെ കിട്ടിയ ഒരു മുരിങ്ങയില തോരനാണ്. പരിപ്പ് ആദ്യം നമ്മൾ പരിപ്പ് കുതിർത്ത് വൃത്തിയാക്കി കഴുകിയെടുത്ത് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർത്ത് പരിപ്പ് 2 വിസിലടിക്കാൻ വെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ടുള്ള അരപ്പ് ചേർക്കാം. ചെറിയ ഉള്ളിയും ഒരു 5-6 വെളുത്തുള്ളിയും ഒരു 2-3 ഉണക്കമുളകും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. അത് മാറ്റിയിട്ട് അതേ കല്ലിലോട്ട് തന്നെ നമുക്ക് നമ്മുടെ മുരിങ്ങയിലയുടെ അരപ്പും കൂടി ചേർക്കാം. 2 പച്ചമുളകും ഒരു പിടി തേങ്ങായും ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതേ കല്ലിൽ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അരക്കല്ലേ, ചതച്ചെടുത്താൽ മാത്രം മതി. എന്നിട്ട് അല്പം ഒന്ന് മെല്ലെ ചതച്ചെടുക്കുക. ഒരു ജീരകവും ഒരു നുള്ളു ജീരകവും കൂടി ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. മുരിങ്ങയിലത്തോരൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, എല്ലാവർക്കും പല രീതിയിലറിയാം. പക്ഷെ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ എന്നറിയില്ല. ചട്ടി ചൂടായി വന്ന അതിലോട്ട് നമ്മൾ ഒരല്പം കടുക് വിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും മുളകും ഉണക്കമുളകും ഉള്ളിയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അതിലോട്ട് നമ്മുടെ മുരിങ്ങയില ഒന്ന് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില നന്നാക്കിയപ്പോൾ ഒരു മുറം ഉണ്ടായിരുന്നു, പക്ഷേ ആവി കയറിയാലോ അതൊരു പിടിയാകും. അത്രേ ഉള്ളൂ മുരിങ്ങയിലയുടെ കഥ. നന്നായിട്ട് നമ്മുടെ മുരിങ്ങയില ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ അരപ്പിഞ്ഞി ഒന്ന് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും, ആവശ്യത്തിന് ഉപ്പ് ചേർക്കണേ. അല്പം ഉപ്പും നമ്മൾ അരച്ച് വെച്ച ചതച്ച് വെച്ച, നമ്മൾ അരച്ചിട്ടില്ല, ചതച്ച് വെച്ച തേങ്ങായും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കണ്ടോ, ഒരു പിടിയേ ഉള്ളൂ. ഇങ്ങനെ വെച്ചിട്ടുണ്ടാകുമോ എന്നറിയില്ല. ചിലർ വെച്ചിട്ടുണ്ടാകും, എനിക്ക് എല്ലാവരും ഞാൻ പറയുന്നില്ല, ചിലരൊക്കെ എന്തായാലും ഇങ്ങനെയൊന്ന് വെച്ചിട്ടുണ്ടാകും. അതിലോട്ടൊരല്പം നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ച വെള്ളമാണ്. നേരത്തെ പരിപ്പ് വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ പരിപ്പും കൂടി ഒന്ന് ചേർക്കാം. വേവിച്ച് കളയല്ലേ, ഒരല്പം പരിപ്പൊന്ന് നമ്മുടെ ആവശ്യത്തിന് കുറച്ചിട്ടാൽ മതി. ചെറിയ തീ വെച്ച് ഒന്ന് തോർത്തിയെടുക്കുക. നമ്മുടെ മുരിങ്ങയില വേണ്ട പരിപ്പും മുരിങ്ങയിലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു തോരൻ എല്ലാവരും ഒന്ന് വെച്ച് നോക്കിയേ. നല്ല വെള്ളച്ചോറും ഒരു മുരിങ്ങയില തോരനും, എനിക്ക് നല്ല വെള്ളച്ചോറും അതിൻ്റെ കൂടെ ഒരു മുരിങ്ങയില തോരനും 1-2 മീൻ വറുത്തത്. അത് ഉണക്കമീനായാലും കുഴപ്പമില്ല, പച്ചമീനായാലും കുഴപ്പമില്ല. ആ മീൻ്റെ കൂടെ ഇട്ട് വറുത്ത ഒരു 2-3 മുളകും ഒരു